പതിവില്ലാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പാർലമെന്റിൽ വരികയും 13 മിനിറ്റ് പാർലമെന്റിൽ ചെലവഴിക്കുകയും ചെയ്തു. ഈ 13 മിനിറ്റ് വളരെയേറെ പ്രശ്നങ്ങൾ നേരിടുന്ന ഇന്ത്യയിലെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും അതിന് എന്തൊക്കെ പരിഹാര മാർഗങ്ങളാണ് ഗവൺമെന്റ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നും വിശദീകരിക്കുന്നതിനാണ് മോദി ഉപയോഗിച്ചത്. ഇതെന്താണ് ഈ പറഞ്ഞു വരുന്നത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. മോദിയുടെ ഇന്നത്തെ പാർലമെന്റിലെ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം വളരെ വ്യക്തമാവും. 2025 മോദി പാർലമെന്റിൽ ചിലവഴിച്ച മൊത്തം സമയത്തേക്കാൾ കൂടുതലാണ് ഫേക്ക് ബാബാമാരുടെ കൂടെയും മൃഗശാല സന്ദർശിച്ചതിനും ട്രംപിന്റെ കൂടെ ചെലവഴിക്കുന്നതിനും മറ്റ് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിനും ഉപയോഗിച്ച സമയം. 24 മണിക്കൂറും ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വിശ്രമമില്ലാതെ പണിയെടുക്കുന്ന മോദിയുടെ ആത്മാർത്ഥതയും ദിവസം 24 മണിക്കൂറുമുള്ള ആ പണിയും ഇതിൽ നിന്ന് ഏകദേശം വ്യക്തമാണല്ലോ. രാജ്യം വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. സാമ്പത്തിക വളർച്ച വളരെ മുരടിച്ച നിലയിലാണ്. തൊഴിലില്ലായ്മ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ്. വിലക്കയറ്റം ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരു വിധത്തിലും താങ്ങാനാവാത്ത വിധത്തിൽ കടിഞ്ഞാണില്ലാതെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മോദി പാർലമെന്റിൽ ഇന്നലെ ചെലവഴിച്ച 13 മിനിറ്റ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത് എന്നുള്ളത് അത്ഭുതാവഹമാണ്. പതിവ് പോലെ മോദി പാർലമെന്റിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയും കൈയടിക്കുകയും ചെയ്യുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് രാജാക്കന്മാർ വരുമ്പോൾ ജനങ്ങൾ കൈയടിക്കുന്നത് പോലെയാണ് ഈ 21ാം നൂറ്റാണ്ടിൽ ഇന്ത്യയെ നയിക്കേണ്ട പാർലമെന്റ് അംഗങ്ങൾ പാർലമെന്റിൽ കളിക്കുന്നത്. അതും മറ്റൊരു പാർലമെന്റ് അംഗം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മോദി കടന്നു വരുമ്പോൾ ഭരണകക്ഷിയിലെ കോമാളി എംപിമാർ ഇതുപോലെയുള്ള വിവരദോഷം കാണിക്കുന്നത്. പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എംപി ഉടനടി പ്രസംഗം നിർത്തി മറ്റുള്ള കോമാളികളുടെ കോമാളിത്തരത്തിൽ പങ്കുചേരുകയാണ്. മോദി വന്നിരുന്ന് ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞതേയുള്ളൂ. സ്പീക്കർ ഓം ബിർള മഹാരാജാവിന് പറയാനുള്ളത് എന്താണെങ്കിൽ ഉരിയാടുക എന്ന് പറഞ്ഞ് ക്ഷണിക്കുകയാണ്. माननीय प्रधानमंत्री जी से आग्रह करूंगा कि वह അപ്പോൾ മോദിക്ക് തീർച്ചയായും സംസാരിക്കാനുള്ളത് രാജ്യത്തെ ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാനുള്ള ഗവൺമെന്റിന്റെ നടപടികളെക്കുറിച്ച് ആയിരിക്കുമല്ലോ. പതിവ് പോലെ നുണകൾ മാത്രം പറയാനാണ് മോദി ഈ 13 മിനിറ്റ് ഉപയോഗിച്ചത്. അതും മോദി സംസാരിച്ചത് കുംഭമേളയെക്കുറിച്ചാണ്. എന്തൊരു ഗതികേടാണ് എന്ന് ഓർക്കണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യ ഇത്ര വലിയ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് പാർലമെന്റിൽ വന്നത് കുംഭമേളയെക്കുറിച്ച് നുണ പറയാൻ വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞാൽ, ഇതിനെക്കുറിച്ച് പാർലമെന്റിൽ സംസാരിക്കാൻ കുംഭമേള എന്ന് പറയുന്നത് സർക്കാരിന്റെ പരിപാടിയാണോ? എന്ത് അടിസ്ഥാനത്തിലാണ് കുംഭമേളയെക്കുറിച്ച് പാർലമെന്റിൽ സംസാരിക്കുന്നത്? ഇവിടെ മോദി സംസാരിക്കാൻ തുടങ്ങുന്നത് ഞാൻ കുംഭമേളയെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താനാണ് ഇവിടെ വന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇന്ത്യയുടെ ഒരു ദുരവസ്ഥ ഓർക്കണമേ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പാർലമെന്റിൽ വന്നിട്ട് ഇത്രയും വലിയ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് പറയുന്നത് കുംഭമേളയെക്കുറിച്ച് പറയാനാണ് വന്നത് എന്ന്. ഇവിടെ മോദി പ്രസംഗിക്കാനായി എഴുന്നേൽക്കുമ്പോഴും ഡെസ്കിലടിച്ച് ശബ്ദം ഉണ്ടാക്കുകയാണ് ഭരണപക്ഷത്തെ കോമാളികൾ. ഇപ്രാവശ്യം ഒരു പേപ്പറിൽ പ്രസംഗം എഴുതിക്കൊണ്ടാണ് മോദി വന്നത്. മോദിയുടെ പ്രസംഗം കേട്ടുകൊള്ളൂ. माननीय अध्यक्ष जी, मैं प्रयागराज में हुए महाकुंभ पर वक्तव्य देने के लिए उपस्थित हुआ हूं। ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഞാൻ പ്രയാഗ്രാജിൽ നടന്ന കുംഭമേളയെക്കുറിച്ച് സ്റ്റേറ്റ്മെന്റ് നടത്താൻ വേണ്ടിയാണ് നിൽക്കുന്നത്. അതും കേട്ട് ഡെസ്കിലടിക്കുകയാണ് BJPയുടെ എംപിമാർ. കുംഭമേളയെക്കുറിച്ച് പ്രധാനമന്ത്രി പാർലമെന്റിൽ സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് മഹത്തായ എന്തോ കാര്യമാണ് എന്ന അർത്ഥത്തിൽ. ഇത്തരം ആളുകളെയാണ് ഇന്ത്യ ഭരിക്കാനായി വെളിവില്ലാത്ത ജനങ്ങൾ തെരഞ്ഞെടുത്തത്. ഇനി തുടർന്ന് പറയുന്ന നുണകൾ കേട്ടുകൊള്ളൂ. पूरे विश्व ने महाकुंभ के रूप में भारत के विराट स्वरूप के दर्शन किए। महाकुंभ में हमने हमारी राष्ट्रीय चेतना के जागरण के विराट दर्शन किए हैं। ये जो राष्ट्रीय चेतना है, ये जो राष्ट्र को नए संकल्पों की तरफ ले जाती है, ये नए संकल्पों की सिद्धि के लिए प्रेरित करती है। महाकुंभ ने उन शंकाओं आशंकाओं को भी उचित जवाब दिया है जो हमारे सामर्थ्य को लेकर कुछ लोगों के मन में रहती है। ഈ ലോകം മുഴുവൻ മഹാകുംഭമേളയുടെ രൂപത്തിൽ
ഇന്ത്യയുടെ മഹത്തായ സ്വരൂപം ദർശിച്ചു. ഈ കുംഭമേള രാജ്യത്തെ പുതിയ ദിശയിലേക്ക് നയിക്കും. സംശയാലുക്കൾക്ക് തക്കതായ മറുപടിയാണ് महाकुंभ मेला നൽകിയത്. अध्यक्ष जी, पिछले वर्ष अयोध्या के राम मंदिर प्राण प्रतिष्ठा समारोह में हम सभी ने ये महसूस किया था कि कैसे देश अगले 1000 वर्षों के लिए तैयार हो रहा है। इसके ठीक 1 साल बाद महाकुंभ के इस आयोजन ने हम सभी के इस विचार को और दृढ़ किया है। देश की ये सामूहिक चेतना देश का सामर्थ्य बताती है. കഴിഞ്ഞ വർഷം രാമക്ഷേത്ര പ്രതിഷ്ഠ വഴി അടുത്ത 1000 വർഷത്തേക്ക് രാജ്യത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതിന് കൃത്യം 1 വർഷത്തിന് ശേഷം ഈ മഹാകുംഭമേള വഴി രാജ്യത്തെ എങ്ങനെ 1000 വർഷം മുൻപോട്ട് നയിക്കാം എന്നുള്ള നമ്മുടെ വീക്ഷണം ദൃഢമാക്കി. രാജ്യത്തിന്റെ ഈ സാമൂഹിക മുന്നേറ്റം രാജ്യത്തിന്റെ സാമർഥ്യമാണ് കാണിക്കുന്നത്. वीर भगत सिंह की शहादत का समय हो, नेताजी सुभाष बाबू का दिल्ली चलो का जयघोष हो, गांधी जी का दांडी मार्च हो, ऐसे ही पड़ावों से प्रेरणा पाकर भारत ने आजादी हासिल की. मैं प्रयागराज महाकुंभ को भी ऐसे ही एक अहम पड़ाव के रूप में देखता हूं. आज भारत का युवा अपनी परंपरा, अपनी आस्था, अपनी श्रद्धा को गर्व के साथ अपना रहा है. महाकुंभ में हमने देखा है कि वहां छोटे बड़े का कोई भेद नहीं था. ये भारत का बहुत बड़ा सामर्थ्य है. ये दिखाता है कि एकता का अद्भुत तत्व हमारे भीतर रचा बसा हुआ है. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം പോലെയുള്ള വലിയ മുന്നേറ്റമായിട്ടാണ് പ്രയാഗ്രാജിലെ മഹാകുംഭമേളയെ ഞാൻ കാണുന്നത്. ഭാരതത്തിലെ യുവാക്കൾ തങ്ങളുടെ പാരമ്പര്യം എത്ര മഹിമയോടെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് ഇത് കാണിക്കുന്നത്. കുംഭമേളയിൽ നമ്മൾ കണ്ടത് അവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ ഉള്ള വ്യത്യാസം ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഇത് ഇന്ത്യയുടെ വലിയ സാമർഥ്യമാണ്. ഇത് കാണിക്കുന്നത് ഐക്യത്തിന്റെ തത്വം നമ്മുടെ ഇടയിൽ എത്ര വലുതായി നിലനിന്നു പോകുന്നു എന്നുള്ളതാണ്. हमारी एकता का सामर्थ्य इतना है कि वो भेदने के सारे प्रयासों को भी भेद देता है. एकता की यही भावना भारतीयों का बहुत बड़ा सौभाग्य है. നമ്മുടെ ഐക്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഈ ഐക്യത്തെ തകർക്കാനുള്ള ശക്തികളെ വരെ അത് തകർക്കും എന്നുള്ളതാണ്. ഐക്യത്തിന്റെ ഈ സെൻസ് നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. आज पूरे विश्व में जो बिखराव की स्थितियां हैं, उस दौर में एकजुटता का ये विराट प्रदर्शन हमारी बहुत बड़ी ताकत है. ലോകം മുഴുവൻ ഇന്ന് അസമാധാനത്തിൽ വലയുമ്പോൾ ഈ ഐക്യത്തിന്റെ മഹാപ്രദർശനം നമ്മുടെ വലിയ ശക്തിയെയാണ് കാണിക്കുന്നത്. ഇങ്ങനെയുള്ള കുറെ വെർബൽ ഡയറിയെയാണ് പ്രധാനമന്ത്രി പാർലമെന്റിൽ അവതരിപ്പിച്ചത്. എന്താണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത് എന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. കഴിഞ്ഞ വർഷം രാമക്ഷേത്രം പ്രതിഷ്ഠ നടത്തിയത് അടുത്ത 1000 വർഷത്തേക്കുള്ള നമ്മുടെ മുന്നേറ്റത്തിന്റെ തെളിവാണത്രേ. ഇപ്പോൾ അടുത്ത 1 വർഷത്തെയും 2 വർഷത്തെയും പരിപാടി മോദിക്കില്ല. 1000 വർഷത്തെ പരിപാടികളാണ് എല്ലാ പ്രസംഗങ്ങളിലും. എങ്ങനെയാണ് രാമക്ഷേത്ര പ്രതിഷ്ഠ അടുത്ത 1000 വർഷത്തെ നമ്മുടെ മുന്നേറ്റം ആകുന്നത്? അതുപോലെ വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ലായിരുന്നു, VIP കൾച്ചർ ഇല്ലായിരുന്നു കുംഭമേളയിൽ എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. സാധാരണ ജനങ്ങൾ തിക്കിലും തിരക്കിലും പെട്ട് ഈയാമ്പാറ്റകളെ പോലെ ചത്തുവീഴുന്നത് നമ്മൾ കണ്ടതാണ്. പാവപ്പെട്ടവർക്ക് യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ലാതിരുന്നപ്പോൾ വലിയ സൗകര്യത്തിൽ സ്വകാര്യമായി വന്നാണ് കുംഭമേളയിൽ VIP-കൾ പങ്കെടുത്തത്. അവിടെ എത്ര പേർ മരിച്ചു എന്നുള്ളതിന് ഇതുവരെ വ്യക്തമായ ഒരു രൂപവുമില്ല. 30 പേരാണ് തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത് എന്നാണ് അജയ് ബിഷ്ടിന്റെ ഔദ്യോഗിക കണക്ക്. എന്നാൽ ആയിരക്കണക്കിന് പേർ മരിച്ചു കാണാം എന്നാണ് പലരും പറയുന്നത്. അതിനെക്കുറിച്ച് ഒന്ന് പരാമർശിക്കാൻ പോലും മോദി തയ്യാറായില്ല. ഗവൺമെന്റിന്റെ കഴിവില്ലായ്മയെ തുടർന്ന് ജീവൻ നഷ്ടപ്പെട്ട ഈ ജനങ്ങൾക്ക് ഒരു ആദരാഞ്ജലി അർപ്പിക്കാൻ പോലും മോദി മുതിർന്നില്ല. മറിച്ച് ഇത് എന്തോ വലിയ സംഭവമാണ്, ഇതുവഴി രാജ്യത്തെ അടുത്ത 1000 വർഷം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ആരെയാണ് വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത്? എങ്ങനെയാണ് ഇതൊക്കെ കേട്ടു നിൽക്കാൻ മനുഷ്യന് സാധിക്കുക? ലോകം മൊത്തം ഇത് ഇന്ത്യയുടെ ശക്തിയെയാണ് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അല്ലേ? ഇതിനെക്കുറിച്ച് പാർലമെന്റിൽ ഇങ്ങനെ പ്രസംഗം നടത്തുന്നതിന്റെ അർത്ഥം എന്താണ്? ഇതും രാജ്യവുമായി എന്താണ് ബന്ധം? ഇങ്ങനെ മതം പുഴുങ്ങി തിന്ന് എങ്ങനെയാണ് രാജ്യം നശിക്കുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് കഴിഞ്ഞ 10 വർഷങ്ങളിലധികമായി
നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റ് രാജ്യങ്ങൾ സമാധാനമില്ലായ്മയിൽ വലയുമ്പോൾ ഇന്ത്യയിൽ വലിയ സമാധാനമാണ് എന്നാണ് മോദി പറയുന്നത്. മണിപ്പൂർ 2 വർഷത്തോളമായി കത്തിയെരിയുകയാണ്. ഇന്ത്യയിലെങ്ങും മതത്തിന്റെ പേരിൽ ദിനം പ്രതിയാണ് കലാപങ്ങൾ ഉണ്ടാവുന്നത്. ഒരു ഹിന്ദി സിനിമയുടെ പേരിൽ മഹാരാഷ്ട്രയിൽ ഇപ്പോൾ വലിയ കലാപമാണ് അരങ്ങേറുന്നത്. മതപരമായ ഏത് ആഘോഷങ്ങളിലും വലിയ കലാപങ്ങളാണ് കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയിൽ ഉണ്ടാവുന്നത്. ഉത്തർപ്രദേശിലും ഗുജറാത്തിലും ബീഹാറിലും മധ്യപ്രദേശിലുമൊക്കെ മുസ്ലിങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടാകാത്ത ഒരു ഹൈന്ദവ ആഘോഷങ്ങളും ഇപ്പോൾ നടക്കാറില്ല. ലോകത്തിന് മൊത്തം ഇന്ത്യയിലെ സമാധാനവും ഐക്യവും മാതൃകയാണത്രേ. ലോകം മൊത്തം ഇതൊക്കെ കാണുന്നുണ്ടെന്നുള്ള കാര്യം കണ്ണടച്ച് പാല് കുടിക്കുന്ന പ്രധാനമന്ത്രിക്ക് അറിയാഞ്ഞിട്ടല്ല. എന്നാൽ ഇവർക്കറിയാം, ഈ കൊച്ചിന് ഈ കഞ്ഞി മതി എന്ന് പറഞ്ഞതുപോലെ ഇന്ത്യയിലെ വളരെയധികം ജനങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തോ വലിയ ഒരു സന്തോഷം ഉണ്ടാവുകയും മോദി ഇന്ത്യയെ ഏതാണ്ട് വലിയ നിലയിൽ എത്തിച്ചിരിക്കുകയാണ് എന്ന് തോന്നലുണ്ടാവുകയും അതുവഴി കണ്ണുമടച്ച് ഇവർക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുമെന്ന്. അതുകൊണ്ടാണ് രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കേണ്ട പാർലമെന്റിലെ വിലപ്പെട്ട സമയം ഇതുപോലുള്ള വിഡ്ഢിത്തങ്ങൾക്കായി വേസ്റ്റ് ചെയ്യുന്നത്. ലോകത്തിൽ ഏതെങ്കിലും രാജ്യത്തെ പാർലമെന്റിൽ ഇത്തരത്തിലുള്ള ഒരു കോമാളികളി നിങ്ങൾ കണ്ടിട്ടോ കേട്ടിട്ടോ ഉണ്ടോ? പക്ഷേ ഇത് ഇന്ത്യയാണ്, മന്ദഭക്തരുടെ ഇന്ത്യ. അവർക്ക് ആവശ്യം ഇതാണ്. അതാണ് അവർ തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രി അവർക്ക് നൽകുന്നത്. ഈ രാജ്യം എങ്ങനെ നന്നാവാനാണ്?